Hi, good morning. Good morning, ma'am. So, നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. റിജു വീഡിയോ ഡീആക്ടിവേറ്റ് ആണല്ലോ. ചാപ്റ്റർ 32 ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ. ചാപ്റ്റർ 32 ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. സോ എന്തായിരുന്നു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്? ഓർമ്മയുണ്ടോ? ചെറിയൊരു ബ്രേക്കിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. ഓർക്കുന്നുണ്ടോ എന്തായിരുന്നു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്? ആർഫിയ, എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേസ്റ്റ് ഫ്രം ഹോസ്പിറ്റൽസ്. ഓക്കെ. മെഡിക്കൽ ആക്ടിവിറ്റീസിന്റെ ഫലമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വേസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ. ഇനി അതിന്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പഠിച്ചു. പിന്നെ ഇത് ആരൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ റൂൾസ് നമ്മൾ പഠിച്ചില്ലേ? റൂൾസ് 1998. റൂൾസ് 1998. പഠിച്ചു. അതിനുശേഷം ഡ്യൂട്ടി ഓഫ് ഒക്യുപ്പയർ ഡിസ്കസ് ചെയ്തായിരുന്നോ? ഡ്യൂട്ടി ഓഫ് ഒക്യുപ്പയർ ഇല്ല അതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഓക്കെ. അത് മുതലാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. ഡ്യൂട്ടി ഓഫ് ഒക്യുപ്പയർ. ഒരു ഹോസ്പിറ്റൽസിൽ, ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ ഈ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ഡ്യൂട്ടി എന്താണ്? ഒരു ഒക്യുപ്പയറിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ് നോക്കിക്കോളൂ. ഇറ്റ് ഷോൾ ബി ദ ഡ്യൂട്ടി ഓഫ് ഈച്ച് occupant of a facility producing biomedical waste which comprises a hospital, nursing home, clinic, dispensary, veterinary institutions, animal house, pathological laboratory, blood bank, by no matter what name called, to take all steps to make sure that such waste is handled without any negative impact to human health and the environment. ഓക്കെ. ഏതൊരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്നാണെങ്കിലും ഏതെല്ലാം ആകാം അത്? ഹോസ്പിറ്റൽസ്, നേഴ്സിംഗ് ഹോം, അതേപോലെ തന്നെ ക്ലിനിക് ആകാം, ഡിസ്പെൻസറി, വെറ്റിനറി ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഓക്കെ, അതേപോലെ തന്നെ അനിമൽ ഹൗസ്, ലാബുകള്, ഇവിടെ നിന്നെല്ലാം ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകൾ ഹ്യൂമൻ ഹെൽത്തിനെയും അതായത് പബ്ലിക്കിനെയും അതേപോലെ എൻവയോൺമെന്റിനെയും പരിസ്ഥിതിയെയും ബാധിക്കാത്ത രീതിയിൽ എന്താണ് വേസ്റ്റുകളെ ഹാൻഡിൽ ചെയ്യേണ്ടത് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആണോ? ഹ്യൂമൻ ഹെൽത്തിനെയും പരിസ്ഥിതിയെയും ബാധിക്കാത്ത രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടത് ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആണോ? ഡ്യൂട്ടി ഓഫ് ഒക്യുപ്പയർ. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്. The hospital waste like body parts, organs, tissues, blood and body fluids, along with soiled linen, cotton, bandage and plaster cast from infected and polluted areas are important to be properly gathered, separated, stored, moved, handled and disposed in safe approach to avoid nosocomial or hospital developed illness. ഓക്കെ. ബയോമെഡിക്കൽ വേസ്റ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേസ്റ്റുകൾ ഉണ്ട് അല്ലെ? ഏതൊക്കെയായിരിക്കാം? ഏതൊക്കെയാണ്? ഓർഗൻസ് ആകാം അല്ലെ, ടിഷ്യൂസ് ആകാം, അല്ലെങ്കിൽ എന്താണ് ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്, അതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന സബ്സ്റ്റാൻസസ്, മെറ്റീരിയൽസ് ആയിരിക്കാം. ഇതെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ പ്രോപ്പർ ആയിട്ട് കളക്ട് ചെയ്യണം, സെഗ്രിഗേറ്റ് ചെയ്യണം, സോർട്ട് ഔട്ട് ചെയ്യണം, വേണ്ടേ? ട്രാൻസ്പോർട്ട് ചെയ്യണം, ഫൈനൽ ഡിസ്പോസലിന് വിധേയമാക്കണം. ഈ ഒരു പ്രോസസ്സിലൂടെയാണ് എല്ലാ ടൈപ്പ് ഓഫ് വേസ്റ്റുകളും കടന്നു പോകുന്നത്. ഓക്കെ. എന്തിനു വേണ്ടിയാണ് ഇത്തരം പ്രിക്കോഷൻസ് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയായിരിക്കാം?
നോസോകോമിയൽ, അതായത് ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ അവിടെ നിന്നും എന്താണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ചില അസുഖങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ HIV ആയിരിക്കാം, ഇത്തരം വേസ്റ്റുകളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത് മൂലം HIV, ഹെപ്പറ്റൈറ്റിസ് എല്ലാം വരാം അല്ലെ. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് തടയുന്നതിന് വേണ്ടി ഈ നേരത്തെ പറഞ്ഞ പോലുള്ള വേസ്റ്റുകൾ എന്താണ് പ്രോപ്പർ ആയിട്ട് ഒരു മാനേജ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണോ? നമ്മൾ ഗ്യാദർ ചെയ്യണം, വേസ്റ്റുകളെ കളക്ട് ചെയ്യണം, അതേപോലെ തന്നെ സോർട്ട് ഔട്ട് ചെയ്യണം. എല്ലാ വേസ്റ്റുകളെയും ഒരു കണ്ടെയ്നറിലാണോ നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്? ആണോ? അല്ല, സോർട്ട് ഔട്ട് ചെയ്യണം അല്ലെ, വേർതിരിച്ചായിരിക്കണം ഓരോ കളർ കോഡുള്ള കണ്ടെയ്നേഴ്സിലാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ്? അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയാണ് അല്ലെ. നോസോകോമിയൽ ഇൻഫെക്ഷൻ തടയുന്നതിന് വേണ്ടിയാണ് അത്തരം സ്റ്റെപ്സുകൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് എല്ലാ വേസ്റ്റുകളും ചില പ്രോസസ്സിലൂടെ കടന്നുപോയിരിക്കണം. ഓക്കെ, ചില സ്റ്റെപ്പുകളിലൂടെ കടന്നുപോയിരിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കാം? അപ്പോ വേസ്റ്റ് കളക്ട് ചെയ്യൽ. ആ വേസ്റ്റ് എന്ത് ചെയ്യണം? കളക്ട് ചെയ്യണം. ഒരു ഹോസ്പിറ്റലിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന, ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? വേസ്റ്റ് കളക്ട് ചെയ്തിരിക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് വരുന്നത്. നോക്കിക്കോളൂ, വേസ്റ്റ് കളക്ഷൻ. Waste collection is a step in the procedure of waste management. Is moving of solid waste to the point of treatment or landfill from the point of usage and disposal. Okay, waste management-മായി ബന്ധപ്പെട്ട ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഏതാണ്? ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? വേസ്റ്റ് കളക്ഷൻ. വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുമുള്ള വേസ്റ്റുകൾ പ്രോപ്പർ ആയിട്ട് കളക്ട് ചെയ്യുക. ഓക്കെ, വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് കളക്ട് ചെയ്ത് അതിനെന്തിനു കൊണ്ടുപോകുന്നു? ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഫൈനൽ ഡിസ്പോസലിന് വേണ്ടി ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇത്തരം അസുഖങ്ങൾ, ഇൻഫെക്ഷൻസ് പടരാതിരിക്കുന്നതിന് വേണ്ടി എല്ലാ വേസ്റ്റുകളെയും പ്രോപ്പർ ആയിട്ട് സെക്യൂർഡ് ആയിട്ട് കളക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു? ഡിസ്പോസലിന് വിധേയമാക്കുന്നു. സോ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് വേസ്റ്റ് കളക്ഷൻ. ആൻഡ് വാട്ട് വുഡ് ബി ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഏതായിരിക്കാം? സെഗ്രിഗേറ്റ് ചെയ്യുക അല്ലെ. വേസ്റ്റ് കളക്ട് ചെയ്തു, അതിനുശേഷമുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് സെഗ്രിഗേറ്റ്, സോർട്ട് ഔട്ട് ചെയ്യുക, വേസ്റ്റുകളെ വേർതിരിക്കുക. Segregation makes it simple to stop the spread of illness, makes it simple to choose from the disposal choice, and can lessen the burden on the waste treatment system and protect against injuries. So first നമ്മൾ വേസ്റ്റുകളെ കളക്ട് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വേസ്റ്റുകളെയും എന്ത് ചെയ്യണം? സെഗ്രിഗേറ്റ് ചെയ്യണം, സോർട്ട് ഔട്ട് ചെയ്ത് അതിനനുയോജ്യമായിട്ടുള്ള കണ്ടെയ്നറിലായിരിക്കണം, ലേബിൾഡ് ചെയ്തിട്ടുള്ള കണ്ടെയ്നറിലായിരിക്കണം നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? സോ ഇങ്ങനെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? അസുഖങ്ങളെ സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഇങ്ങനെ വേസ്റ്റുകൾ സോർട്ട് ഔട്ട് ചെയ്യുന്നത് കൊണ്ട്, ഇങ്ങനെ കളർ കോഡുള്ള അല്ലെങ്കിൽ ലേബിൾഡ് ചെയ്ത ബാഗുകളിൽ ഇത്തരം വേസ്റ്റുകൾ നിക്ഷേപിക്കുന്നത് കൊണ്ട് ഈ സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഇൻജുറീസ് ഒഴിവാക്കാം. എന്തോ? ഇൻജുറി ഒഴിവാക്കാം. ഒരു കളർ കോഡുള്ള ബാഗ് അല്ലെങ്കിൽ ലേബിൾഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഏത് വേസ്റ്റ് ആണ് അവർ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് തിരിച്ചറിയാനായിട്ട്, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നതാണ് അല്ലെ. ഇപ്പൊ പങ്ക്ചർ റെസിസ്റ്റന്റ് ആണെങ്കിൽ ആ ഒരു കളർ കോഡുള്ള ബാഗിൽ മാത്രമായിരിക്കും ആ ഷാർപ്പ് ഒബ്ജക്ട്സുകൾ നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്നത്. സോ അത്തരം വേസ്റ്റുകൾ എടുക്കുമ്പോൾ അവർക്ക് മോസ്റ്റ് എന്താണ്? കെയർ എടുക്കാനായിട്ട്, ശ്രദ്ധിക്കാനായിട്ട് കഴിയുന്നതാണ്. സോ ഇഞ്ചുറീസ് അവോയ്ഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്, അതിനാവശ്യമായ പ്രിക്കോഷൻസ് എടുക്കാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? വേസ്റ്റ് കളക്ഷൻ, സെഗ്രിഗേഷൻസ്. സെക്കൻഡ് സ്റ്റെപ്പ് ആയിരുന്നു സെഗ്രിഗേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് സ്റ്റെപ്പ് ഏതായിരുന്നു? വേസ്റ്റ് കളക്ഷൻ. വേസ്റ്റ് കളക്ഷൻ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഏതായിരുന്നു? സെക്കൻഡ് സ്റ്റെപ്പ് സെഗ്രിഗേഷൻ ആണ്. സോർട്ട് ഔട്ട് ചെയ്യുക, വേസ്റ്റുകളെ സോർട്ട് ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പോ സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞു നമ്മളല്ലേ, വേസ്റ്റുകളെ വേർതിരിക്കണം. നോക്കിക്കോളൂ, അതിനൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, വേസ്റ്റ് കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. അതിന് പിന്നെ നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ടേബിളില് ടൈപ്സ് ഓഫ് വേസ്റ്റ്, നെക്സ്റ്റ് കോളത്തിൽ എന്താണ്? ഏത് ടൈപ്പ് ഓഫ് വേസ്റ്റ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്താണ്? ആ ഒരു പെർട്ടിക്കുലർ വേസ്റ്റുകളെ ഏത് കളറുള്ള കണ്ടെയ്നറിലാണ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഓക്കെ, കളർ കോഡ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഫോർത്ത് കോളത്തിൽ എന്താ വരുന്നത്?
ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ്. ഓക്കെ, നമ്മൾ കളക്ട് ചെയ്തു, സെഗ്രിഗേറ്റ് ചെയ്തു, ട്രാൻസ്പോർട്ട് ചെയ്തു, അതിനുശേഷം ഫൈനലി ഇതിനെന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം, വേണ്ടേ? അതിന് ഏത് മെത്തേഡ് ആണ് സെലക്ട് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചും എന്താണ് കൊടുത്തിട്ടുണ്ട്. സോ കാറ്റഗറി നമ്പർ ഫസ്റ്റ് നോക്കിക്കോളൂ. കാറ്റഗറി നമ്പർ 1 വിച്ച് ഈസ് ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ്. പലതരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ട്. അതിലെ ഫസ്റ്റ് വൺ ഏതാണ്? ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ്. എന്തൊക്കെ വരാം? ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ് അതില്? ഹ്യൂമൻ ടിഷ്യൂസ് വരാം, ഓർഗൻസ് വരാം, ബോഡി പാർട്സ് വരാം, അല്ലെ? ഇത്തരം അനാറ്റമിക്കൽ വേസ്റ്റുകളെ ഏത് കളറുള്ള ബാഗിലായിരിക്കണം നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യേണ്ടത്? യെല്ലോ കളർ. യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലായിരിക്കണം, കണ്ടെയ്നറിലായിരിക്കണം നമ്മൾ നിക്ഷേപിക്കേണ്ടത്. ഹൈലി ഇൻഫെക്ഷസ് ആയിട്ടുള്ള വേസ്റ്റുകളാണ് ഹ്യൂമൻ ബോഡി പാർട്സ്, ഓർഗൻ, ടിഷ്യൂസ് എന്നൊക്കെ പറയുന്നത്, അല്ലെ? അപ്പൊ അത്രയും കെയർ എടുത്ത് വേണം നമ്മൾ ഈ വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി യെല്ലോ പ്ലാസ്റ്റിക്, യെല്ലോ കളർ കോഡുള്ള ബാഗിലായിരിക്കണം ഇത്തരം വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഇനി ഇതിന് ഫൈനൽ ഡിസ്പോസലിന് വിധേയമാക്കണം, വേണ്ടേ? നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മാത്രം മതിയോ? പോരാ, ഇതിനെ ഫൈനലി നമ്മൾ റിമൂവ് ചെയ്യണം. അതിന് ഏത് മെത്തേഡ് ആണ് സെലക്ട് ചെയ്യേണ്ടത്? രണ്ട് മെത്തേഡ് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് വൺ എന്താണ്? ഇൻസിനറേഷൻ, അല്ലെങ്കിൽ എന്താണ്? ഡീപ് ബെറിയൽ മെത്തേഡ്, ദഹിപ്പിക്കുക. ഓക്കെ, ഇൻസിനറേഷൻ എന്തായിരുന്നു? ബേൺ ചെയ്യിക്കാം. ഓക്കെ, എന്താണ് ഇൻസിനറേഷൻ? വേസ്റ്റുകളെ കത്തിക്കുക, ബേൺ ചെയ്യിപ്പിക്കുക. ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് വേസ്റ്റുകളെ ബേൺ കത്തിച്ചു കളയുന്ന ഒരു പ്രോസസ് ആണ് ഇൻസിനറേഷൻ. ഓക്കെ, ആ രീതി എന്താണ് ഇവിടെ ഈ വേസ്റ്റുകൾക്ക്, ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റുകൾക്ക് വേണ്ടി ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? ഡീപ് ബെറിയൽ, ദഹിപ്പിക്കാവുന്നതാണ്. ആൻഡ് ഫസ്റ്റ് വൺ ക്ലിയർ ആണോ? കാറ്റഗറി നമ്പർ 1 വിച്ച് ഈസ് ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ്. Is it clear for everyone? Okay. And the second one which is category number 2, animal waste. രണ്ടാമത്തെ എന്താണ്? അനിമൽ വേസ്റ്റ്. എന്തൊക്കെ വരാം അതില്? അനിമൽ വേസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഏതൊക്കെയാ? അനിമൽ ടിഷ്യൂസ്, ഓർഗൻസ്, ബോഡി പാർട്സ്, കാർക്കസസ്, ബ്ലീഡിംഗ് പാർട്സ്, fluid, blood and experimental animals used in research, waste produced by veterinary hospitals and colleges, hospitals from discharges. ഓക്കെ, എന്താണ്? ഇത്തരം ഹോസ്പിറ്റലിൽ നിന്നും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന, ജനറേറ്റ് ചെയ്യപ്പെടുന്ന എല്ലാ വേസ്റ്റുകളും, അതേപോലെ എന്താണ്, അനിമൽസിന്റെ ബോഡി പാർട്സ്, ഓർഗൻസ്, ടിഷ്യൂസ്, ഇതെല്ലാം കൺസിഡർ ചെയ്യുന്നത് അനിമൽ വേസ്റ്റ് ആയിട്ടാണ്. ഓക്കെ, അത്തരം വേസ്റ്റുകളെ എങ്ങനെയാണ് നമ്മൾ ഏത് കളർ കോഡുള്ള ബാഗിലായിരിക്കണം ഡിസ്കാർഡ് ചെയ്യേണ്ടത്? ഏതാണ്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലായിരിക്കണം ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഇനി അതിനെ ഫൈനലി നമ്മൾ റിമൂവ് ചെയ്യണമെങ്കിൽ, ഡിസ്പോസ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യേണ്ട മെത്തേഡ് ഏതൊക്കെയാണ്? ഇൻസിനറേഷൻ അല്ലെങ്കിൽ ഡീപ് ബെറിയൽ മെത്തേഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്താണ്? ഇൻസിനറേഷൻ അല്ലെങ്കിൽ ഡീപ് ബെറിയൽ മെത്തേഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ് ആണെങ്കിലും അനിമൽ വേസ്റ്റ് ആണെങ്കിലും രണ്ടും നമ്മൾ ഏതാണ്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലാണ് ഡിസ്പോസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇൻസിനറേഷൻ അല്ലെങ്കിൽ ഡീപ് ബെറിയൽ മെത്തേഡ് ആണ് സെലക്ട് ചെയ്യുന്നത്. ആൻഡ് തേർഡ് വൺ, മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ്. ഏതൊക്കെ വരാം? എന്താ മൈക്രോബയോളജി എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? എന്താണ് മൈക്രോബയോളജി? മൈക്രോ ഓർഗാനിസത്തിന്റെ, ബാക്ടീരിയാസ്, വൈറസ്, ഫംഗസ്, പാത്തജൻസ്, ഇത്തരത്തിലുള്ള സൂക്ഷ്മാണുക്കളെ കുറിച്ചുള്ള സ്റ്റഡിയാണ്, പഠനമാണ് മൈക്രോബയോളജി. ഇതിന്റെ ഫലമായിട്ട്, ഇതിനെ പഠിക്കുന്നതിന്റെ ഫലമായിട്ട്, റിസർച്ചിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ എക്സ്പെരിമെന്റ്സിന്റെ ഫലമായിട്ട് പലതരത്തിലുള്ള സാമ്പിൾസുകൾ അല്ലെ വേസ്റ്റ് ആയിട്ട് അവശേഷിക്കാറുണ്ട്. അത്തരത്തിലുള്ള വേസ്റ്റുകൾ, അതേപോലെ തന്നെ ബയോടെക്നോളജി വേസ്റ്റുകൾ, എന്താണ്? ജൈവ സാങ്കേതിക വിദ്യയുടെ ഫലമായിട്ട് ഇപ്പൊ DNA മോഡിഫൈ ഒക്കെ ചെയ്യില്ലേ? സെൽസുകളെ ക്രിയേറ്റ് ചെയ്യുക, മോഡിഫൈ ചെയ്യുക, കേട്ടിട്ടില്ലേ? അപ്പൊ അതിന്റെ എല്ലാം ഫലമായിട്ട് വരുന്ന സാമ്പിൾസുകൾ, വേസ്റ്റുകളെ നമ്മൾ എന്താണ്? മൈക്രോബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി വേസ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആണോ? സോ അത്തരം വേസ്റ്റുകളെ ഏത് കളർ ബാഗിലാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്? ഏതിലാണ്? യെല്ലോ അല്ലെങ്കിൽ റെഡ് ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഇനി അതിനെ ഫൈനലി റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സെലക്ട് ചെയ്യാവുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണ്?
ലോക്കൽ ഓട്ടോക്ലേവിങ്ങിന് വിധേയമാക്കാം, അല്ലെങ്കിൽ എന്താണ് മൈക്രോവേവിങ് ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ ഇൻസിനറേഷൻ. ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും മൈക്രോബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി വേസ്റ്റുകളിൽ നിന്നും സൂക്ഷ്മാണുക്കളെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി സെലക്ട് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ? ഓട്ടോക്ലേവിംഗ് എന്താ? ഓട്ടോക്ലേവിംഗ് സ്റ്റീമിന്റെ ഹൈ ടെമ്പറേച്ചറിന്റെ ഫലമായി ഉണ്ടാകുന്ന സ്റ്റീമിന്റെ ഹെൽപ്പോടുകൂടി സൂക്ഷ്മാണുക്കളെ, പത്തോജൻസിന് അല്ലെങ്കിൽ മൈക്രോബ്സുകളെ നശിപ്പിക്കുന്നതിനുള്ള ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് ഓട്ടോക്ലേവിംഗ്. ക്ലിയർ ആണോ? സ്റ്റീമിന്റെ ഹെൽപ്പോടുകൂടി. ഓക്കെ, ദെൻ മൈക്രോവേവിംഗ് ആണെങ്കിൽ എന്തായിരിക്കാം? ഹൈ ഫ്രീക്വൻസി വേവ്സ്, തരംഗങ്ങളുടെ ഹെൽപ്പോടുകൂടി, ഹൈ ഫ്രീക്വൻസി വേവ്സിന്റെ ഹെൽപ്പോടുകൂടി ഇത്തരം വേസ്റ്റുകളിൽ നിന്നും സൂക്ഷ്മാണുക്കളെ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡാണ് മൈക്രോവേവിംഗ്. ക്ലിയർ ആണോ? ആൻഡ് ഇൻസിനറേഷൻ എന്തായിരിക്കാം? നമ്മൾ പഠിച്ചെന്താണ്? ഹൈ ടെമ്പറേച്ചറിന്റെ ഹെൽപ്പോടുകൂടി വേസ്റ്റുകളെ ഇല്ലാതാക്കുന്ന ഒരു പ്രോസസ്സാണ്, കത്തിച്ചു കളയുന്ന ഒരു പ്രോസസ്സാണ് ഇൻസിനറേഷൻ. ഇതിൽ ഈ 3 മെത്തേഡിൽ ഏത് മെത്തേഡ് ആണെങ്കിലും നമുക്ക് എന്താണ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഡിവൈസ്, ടൂൾസ് ഒക്കെ ആണെങ്കിൽ, സിസേഴ്സ് ഒക്കെ ആണെങ്കിൽ ഏത് മെത്തേഡ് ആയിരിക്കാം കൂടുതൽ ആപ്റ്റ്? സിസേഴ്സ്. ഡിവൈസുകൾ, എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ മോസ്റ്റ് എന്താണ് നമ്മൾ ഓട്ടോക്ലേവിംഗ് ആണ് ചെയ്യുന്നത് അല്ലെ? സ്റ്റീമിന്റെ ഹെൽപ്പോട് കൂടി ഓട്ടോക്ലേവ് ആണ് ചെയ്യുന്നത്, സൂക്ഷ്മാണുക്കളെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അതേസമയം ഇപ്പൊ കോട്ടൺ, ബ്ലഡുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന അല്ലെങ്കിൽ സാമ്പിൾസുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന കോട്ടൺ, ബാൻഡേജ്, ഇതെല്ലാം എന്ത് ചെയ്യാം? മൈക്രോവേവിംഗ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസിനറേഷന് വിധേയമാക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇൻസിനറേഷൻ, മൈക്രോവേവിംഗ് ആൻഡ് ഓട്ടോക്ലേവിംഗ്. ആൻഡ് ഫോർത്ത് വൺ നോക്കിക്കോളൂ, വേസ്റ്റ് ഷാർപ്സ്. എന്തൊക്കെ വരാം വേസ്റ്റ് ഷാർപ്സിൽ? ആലോചിച്ച് നോക്കിയിട്ട് പറയാം എന്തൊക്കെ വരാം. നീഡിൽസ്. ഓക്കെ, നീഡിൽസ് വരാം, സിറിഞ്ച്, സ്കാൽപ്പൽസ്, ബ്ലേഡ്, ഗ്ലാസ്. ഓക്കെ, മുറിവുണ്ടാക്കാൻ കഴിവുള്ള എല്ലാ ടൈപ്പ് ഓഫ് ഡിവൈസുകളും ടൂൾസുകളും എന്താണ് വേസ്റ്റ് ഷാർപ്സിലാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ അത്തരം വേസ്റ്റുകളെ, ഷാർപ്സ് ഒബ്ജക്ട്സുകളെ ഏത് കളർ കോഡിലാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് ട്രാൻസ്ലൂസന്റ് പങ്ക്ചർ പ്രൂഫ് കണ്ടെയ്നേഴ്സിലായിരിക്കണം. അതായത് എന്താണ്? പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സിൽ. കളർ എന്താണ്? ബ്ലൂ അല്ലെങ്കിൽ എന്താണ്? വൈറ്റ്. ട്രാൻസ്ലൂസന്റ്. എന്താണ് ട്രാൻസ്ലൂസന്റ്? we could understand what's inside the bag. നമുക്ക് ബാഗിനുള്ളിൽ എന്താണെന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഓക്കെ, പക്ഷെ എന്താണ് അത്ര ക്ലിയർ ആയിരിക്കില്ല, ട്രാൻസ്പെറന്റ് ആയിരിക്കില്ല, അർദ്ധ സുതാര്യം എന്ന് പറയും. ക്ലിയർ ആണോ? ട്രാൻസ്ലൂസന്റ് മീൻസ് അർദ്ധ സുതാര്യം, ഭാഗികമായിട്ട് നമുക്ക് എന്താണ് കാണാനായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. അത്തരത്തിലുള്ള ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് കളർ ബാഗിലായിരിക്കണം നമ്മൾ ഇത്തരം വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഇനി വേസ്റ്റ് ഷാർപ്സുകൾ ഉണ്ട് അല്ലെ? നീഡിൽസ്, അതേപോലെ സിസേഴ്സ്, സ്കാൽപ്പൽസ് പോലുള്ള വേസ്റ്റ് ഷാർപ്സുകളെ നമുക്ക് റിമൂവ് ചെയ്യണം. ഫൈനലി എന്ത് വേണം? അവസാനം നമുക്ക് ഇത് എന്ത് ചെയ്യണം? ഡിസ്പോസ് ചെയ്യണം, ഡിസ്കാർഡ് ചെയ്യണം, നശിപ്പിച്ച് കളയണം. അതിന് ഏത് മെത്തേഡാണ് സെലക്ട് ചെയ്യേണ്ടത്? നോക്കിക്കോളൂ. ഡിസ്ഇൻഫെക്റ്റിംഗ്, അണുവിമുക്തമാക്കണം. ഏത് രീതിയിലൊക്കെ അണുവിമുക്തമാക്കാം? കെമിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെ? ഇപ്പൊ ബ്ലഡുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന സിസേഴ്സ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ ഡിസ്ഇൻഫെക്ട് ചെയ്യും? അണുവിമുക്തമാക്കും. എന്താ ചെയ്യുന്നത്? കെമിക്കൽ ട്രീറ്റ്മെന്റ്. എന്താണ്? ഓട്ടോക്ലേവ് ചെയ്യാം. ഓക്കെ, ദെൻ കെമിക്കൽ എന്ന് പറയുമ്പോൾ 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ യൂസ് ചെയ്ത് ഡിസ്ഇൻഫെക്റ്റന്റ് ചെയ്യണമെന്ന് പഠിച്ചിട്ടില്ലേ? ഓർക്കുന്നുണ്ടോ? ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്, കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഓട്ടോക്ലേവിംഗ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ മൈക്രോവേവിംഗ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ മ്യൂട്ടിലേഷൻ, അതുമല്ലെങ്കിൽ ഷ്രെഡിങ്. എന്താണ് ഷ്രെഡിങ്? ഷ്രെഡിങ് എന്തായിരിക്കാം? കട്ട് ചെയ്യുക, ചെറിയ പീസസ് ആക്കി എന്താണ് മാറ്റുക, ചെറിയ പീസസ് ആ ഫോമിലേക്ക് മാറ്റുക. മ്യൂട്ടിലേഷൻ എന്താണ്? വീണ്ടും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അതിനെന്താണ്? രൂപമാറ്റം വരുത്തുക. വീണ്ടും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അത്തരം വേസ്റ്റുകളെ, ഷാർപ്പ് വേസ്റ്റുകളെ രൂപമാറ്റം വരുത്തുക. അതിനെയാണ് മ്യൂട്ടിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ?
സോ വേസ്റ്റ് ഷാർപ്സുകളെ നമുക്ക് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു 5 ടൈപ്സ് ഓഫ് മെത്തേഡുകൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഏതൊക്കെ സെലക്ട് ചെയ്യാം? കെമിക്കൽ ട്രീറ്റ്മെന്റിന് വിധേയമാക്കാവുന്നതാണ്, അതേപോലെ തന്നെ ഓട്ടോക്ലേവിംഗ് ചെയ്യാവുന്നതാണ്, അതുമല്ലെങ്കിൽ മൈക്രോവേവിംഗ് ആൻഡ് മ്യൂട്ടിലേഷൻ, ഓൾസോ ഷ്രെഡിങ്ങും നമുക്ക് എന്താണ് ഫോളോ ചെയ്യാവുന്നതാണ്. സോ കാറ്റഗറി നമ്പർ 4 ക്ലിയർ ആണോ? വേസ്റ്റ് ഷാർപ്സ്. സോ ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഫിഫ്ത് വൺ നോക്കിക്കോളൂ. ഡിസ്കാർഡഡ് മെഡിസിൻ ആൻഡ് സൈറ്റോടോക്സിക് ഡ്രഗ്സുകൾ. എന്താണ് സൈറ്റോടോക്സിക്? പറയൂ, സൈറ്റോടോക്സിക് എന്താണ്? നശിപ്പിക്കാൻ കഴിയുന്ന, എന്തോ ക്ലിയർ ആയില്ല, എന്താടാ? സെൽസിനെ നശിപ്പിക്കാൻ കഴിയുന്ന, ലിവിങ് സെൽസിനെ നശിപ്പിക്കാൻ കഴിയുന്ന സബ്സ്റ്റാൻസസ് ആണ്, കെമിക്കൽ സബ്സ്റ്റാൻസസ് ആണ് സൈറ്റോടോക്സിക് എന്ന് പറയുന്നത്. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസുകളെ നമ്മൾ എന്ത് ചെയ്യണം? ഏത് കളർ ബാഗിലാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ്. ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ് പ്ലാസ്റ്റിക് ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഇനി അതിനെ എങ്ങനെ റിമൂവ് ചെയ്യാം? ഇൻസിനറേഷൻ മെത്തേഡ്, അതിനെ നശിപ്പിച്ച് കളയാനായിട്ട്, ഡിസ്ട്രക്ട് ചെയ്യാനായിട്ട്, ഡിസ്ട്രക്ഷന് വേണ്ടി എന്താണ് ഇൻസിനറേഷൻ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുമല്ലെങ്കിൽ ലാൻഡ് ഫില്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, ലാൻഡ് ഫില്ല് എന്താണെന്ന് നമ്മൾ നെക്സ്റ്റ് പേജിൽ പഠിക്കുന്നതാണ്. ലാൻഡ് ഫില്ല് ഒരു ആളൊഴിഞ്ഞ ഒരു പ്രദേശം സെലക്ട് ചെയ്ത് എന്താണ് എൻവിയോൺമെന്റിനെയും ഹ്യൂമൻ ഹെൽത്തിനെയും അഫക്ട് ചെയ്യാത്ത രീതിയിൽ ഇത്തരം വേസ്റ്റുകൾ അവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുക, അതിനെയാണ് ലാൻഡ് ഫിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? സോ ഇത്തരത്തിലുള്ള ഡിസ്കാർഡഡ് മെഡിസിൻസ്, കെമിക്കൽ വേസ്റ്റുകൾ എന്ത് ചെയ്യുന്നു? ഇൻസിനറേഷന് വിധേയമാക്കുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഇൻസിനറേഷൻ ആഷ് ഉണ്ട് ഇല്ലേ, ആഷ്. ഓക്കെ, ഈ ആഷ് അല്ലെങ്കിൽ ഇത്തരം മെഡിസിൻ സബ്സ്റ്റാൻസസിനെ നമ്മൾ ലാൻഡ് ഫില്ല് ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ് ഇൻസിനറേഷനോ ആണ് വിധേയമാക്കുന്നത്. ക്ലിയർ ആണോ? ഡിസ്കാർഡഡ് മെഡിസിൻസ് അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മെഡിസിൻ എല്ലാം ഈ രീതിയിലാണ് ഒഴിവാക്കുന്നത്. ദെൻ സിക്സ്ത് വൺ നോക്കിക്കോളൂ. സോയിൽഡ് വേസ്റ്റ്. ഓക്കെ, സോയിൽഡ് വേസ്റ്റ് മലിനമായിട്ടുള്ള വേസ്റ്റുകൾ എങ്ങനെയുള്ളതാണ്? ഐറ്റംസ് പൊല്യൂട്ടഡ് വിത്ത് ബോഡി ഫ്ലൂയിഡ്സ്. ഓക്കെ, ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന സോയിൽഡ് വേസ്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യണം? എന്തൊക്കെ വരാം അതിൽ? കോട്ടൺ വരാം, ബാൻഡേജ് വരാം, പ്ലാസ്റ്റർ കാസ്റ്റ്, ലിനൻസ്, ബെഡ്, ബ്ലോഡി കണ്ടാമിനേറ്റഡ് ഐറ്റംസ്. ഓക്കെ, ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന എല്ലാ മെറ്റീരിയൽസും ഏത് കളർ ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്? യെല്ലോ അതുമല്ലെങ്കിൽ റെഡ് കളർ ബാഗിലാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൽ നിന്നും സൂക്ഷ്മാണുക്കളെ നീക്കം ചെയ്യുന്ന മെത്തേഡ് ഏതായിരിക്കാം? മോസ്റ്റ് പ്രോബബ്ലി മൈക്രോവേവിംഗ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, മൈക്രോവേവിംഗ് അല്ല ഓട്ടോക്ലേവിംഗ് ചെയ്യാവുന്നതാണ്. ഓക്കെ, മൈക്രോവേവിംഗിലൂടെ അല്ലെങ്കിൽ ഓട്ടോക്ലേവിംഗിലൂടെ എന്താണ് വേസ്റ്റുകളെ അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കളെ നശിപ്പിച്ച് കളയാവുന്നതാണ്. ക്ലിയർ ആണോ? Then category number 7 നോക്കിക്കോളൂ. 7th one, solid waste. Waste produced by disposable products other than sharp waste, including tubing, catheters, intravenous. ഓക്കെ, ഇത്തരത്തിലുള്ള സോളിഡ് വേസ്റ്റുകൾ ഉണ്ട്. ഓക്കെ, കത്തീറ്റേഴ്സ് എന്താണ്? ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ട്യൂബ്സ് ആണ്, ബോഡിയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഫ്ലെക്സിബിൾ ട്യൂബ്സ് ആണ്. അതേപോലെ തന്നെ ഇൻട്രാവെനസും അതെ. ഓക്കെ, അപ്പൊ ഈ ട്യൂബുകൾ, ഇത്തരം സോളിഡ് വേസ്റ്റുകൾ ഈ ബ്ലഡുമായിട്ട് ബോഡി ഫ്ലൂയിഡുമായിട്ടെല്ലാം കോണ്ടാക്റ്റിൽ വരുന്ന ഇത്തരം വേസ്റ്റുകളെ റെഡ് കളർ ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ദെൻ അതിനെ എങ്ങനെയാണ് ഫൈനലി റിമൂവ് ചെയ്യേണ്ടത്? എങ്ങനെയാണ്? ഡിസിൻഫെക്ട് ചെയ്യണം, കെമിക്കൽ ട്രീറ്റ്മെന്റിലൂടെ അല്ലെങ്കിൽ ഓട്ടോക്ലേവിംഗിലൂടെ, മൈക്രോവേവിംഗ് അതുമല്ലെങ്കിൽ മ്യൂട്ടിലേഷൻ, ഷ്രെഡിങ്. ഈ മെത്തേഡിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് ആ വേസ്റ്റുകളെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്പോസ് ഫൈനലി നമുക്ക് എന്താണ് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇനി കാറ്റഗറി നമ്പർ 8 വൺ നോക്കിക്കോളൂ. ലിക്വിഡ് വേസ്റ്റ്. ഏതൊക്കെയായിരിക്കാം ലിക്വിഡ് വേസ്റ്റ്? ലബോറട്ടറി ആക്ടിവിറ്റീസിന്റെ ഫലമായിട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്ന, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന, വാഷിംഗ്, ക്ലീനിങ്, ഇതിന്റെ ഫലമായിട്ടെല്ലാം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ലിക്വിഡ് ഉണ്ട് അല്ലെ? ഹൈലി ഇൻഫെക്ഷസ് ആയിട്ടുള്ള വേസ്റ്റുകളാണ് ലിക്വിഡ് വേസ്റ്റുകൾ. ഇത്തരം വേസ്റ്റുകളെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ?
സ്റ്റോർ ചെയ്ത് വെക്കണോ ഈ ലിക്വിഡ് വേസ്റ്റിനെ? സ്റ്റോർ ചെയ്യുന്നില്ല, ഡയറക്റ്റ് എന്ത് ചെയ്യുന്നു, ഡിസിൻഫെക്ട്, അതിൽ നിന്നും എല്ലാ കെമിക്കൽസും നീക്കം ചെയ്തതിനു ശേഷം നേരിട്ട് ഡ്രെയിനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അത് 8 ലിക്വിഡ് വേസ്റ്റ്. ആൻഡ് 9th വൺ നോക്കിക്കോളൂ, ഇൻസിനറേഷൻ ആഷ്. എന്താണ്? ആഷ് ഫ്രം ഇൻസിനറേഷൻ ഓഫ് എനി ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റുകളെ ഇൻസിനറേഷന് വിധേയമാക്കിയതിനു ശേഷം അതിൽ അവശേഷിക്കുന്ന ഫൈനൽ പ്രൊഡക്റ്റ് ആണ് ഇൻസിനറേഷൻ ആഷ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ ഏത് കളർ ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്? ബ്ലാക്ക്. ഓക്കെ, ബ്ലാക്ക് കളർ ബാഗിലായിരിക്കണം, പ്ലാസ്റ്റിക് ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഇനി അത്തരം ആഷുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? ഡിസ്പോസൽ മുനിസിപ്പൽ ലാൻഡ് ഫില്ല് ചെയ്യാനായിട്ടാണ്. നേരത്തെ പറഞ്ഞില്ലേ, ലാൻഡ് ഫില്ല് ചെയ്യുക, ഒരു ഓപ്പൺ പ്ലേസിൽ, ഒരു എന്താണ് സെക്ലൂഡഡ് ഏരിയ, ഒരു ആളൊഴിഞ്ഞ പ്രദേശം സെലക്ട് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, ഡംപ് ചെയ്യുന്നു. സെക്യൂർഡ് ആയിട്ട് അത്തരം വേസ്റ്റുകളെ ഡംപ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ലാൻഡ് ഫിൽ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം ഇൻസിനറേഷൻ ആഷുകൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ആൻഡ് 10th വൺ, ലാസ്റ്റ് വൺ എന്താണ്? കെമിക്കൽ വേസ്റ്റുകൾ. കെമിക്കൽസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ബയോളജിക്കൽ പ്രോഡക്ട്സ്, കെമിക്കൽസ് യൂസ്ഡ് ടു ക്ലെൻസ് സർഫസസ്, കെമിക്കൽസ് യൂസ്ഡ് ആസ് പെസ്റ്റിസൈഡ് എക്സെട്ര. കെമിക്കൽസിൽ സോളിഡ് വേസ്റ്റും വരാം, അതേപോലെ തന്നെ ലിക്വിഡ് വേസ്റ്റും വരാം, അല്ലെ? നേരത്തെ പറഞ്ഞ പോലെ സൊല്യൂഷൻസ് ഒക്കെ എന്താണ്? ലിക്വിഡ് വേസ്റ്റുകളാണ്, അല്ലെ? അതേപോലെ സോളിഡ് വേസ്റ്റ് ഏതൊക്കെയായിരിക്കാം? മെഡിസിൻസ്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മെഡിസിൻ എല്ലാം സോളിഡ് വേസ്റ്റ് ആണ്, കെമിക്കൽ വേസ്റ്റിലെ സോളിഡ് വേസ്റ്റ് ആണ്. സോ എന്താണ്, ലിക്വിഡ് വേസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല, ഡയറക്റ്റ് ആയിട്ട് അതിനെ ഡിസിൻഫെക്ട് ചെയ്തതിന് ശേഷം ഡ്രെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്, ഡ്രെയിനേജിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അതേസമയം സോളിഡ് ആയിട്ടുള്ള കെമിക്കൽ വേസ്റ്റുകൾ ഉണ്ട്. ഇപ്പൊ മെഡിസിൻസ് പോലുള്ള സോളിഡ് കെമിക്കൽ വേസ്റ്റുകൾ എന്ത് ചെയ്യുന്നു, ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗിൽ സ്റ്റോർ ചെയ്യേണ്ടതുണ്ട്. ക്ലിയർ ആണോ? അതിനുശേഷം കെമിക്കൽ ട്രീറ്റ്മെന്റിന് വിധേയമാക്കി ലാൻഡ് ഫില്ല് ചെയ്യാനായിട്ടാണ് ഇത്തരം വേസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ ഈ ടേബിള്? ചെറിയൊരു നോട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. കാറ്റഗറീസ് 8 and 10 which is ലിക്വിഡ് വേസ്റ്റുകൾ എന്ത് ചെയ്യുന്നില്ല, ഡു നോട്ട് റിക്വയർ കണ്ടെയ്നേഴ്സ് ഓർ ബാഗ്സ്. നമ്മൾ കണ്ടെയ്നറിലോ ബാഗുകളിലോ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. 8ഉം 10ഉം ഏതാണ്? ലിക്വിഡ് വേസ്റ്റുകളും അതേപോലെ തന്നെ ലിക്വിഡ് ആയിട്ടുള്ള കെമിക്കൽ വേസ്റ്റുകളും നമ്മൾ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് അതിനെ ഡിസിൻഫെക്ട് ചെയ്തതിന് ശേഷം എന്താണ്, ഡ്രെയിനേജിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. സോ എന്തൊക്കെയാണ് അപ്പൊ നമ്മൾ ഈ ടേബിളിൽ പഠിച്ചത്? ഫസ്റ്റ് വൺ എന്തായിരുന്നു, ഏത് ടൈപ്പ് ഓഫ് വേസ്റ്റ് ആയിരുന്നു? ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ്. ഓക്കെ, ഏത് കളർ കോഡാണ് വേണ്ടത്? ഏത് ബാഗിലാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗ്. യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലാണ്. മെത്തേഡ് ഏതാണ്? ഇൻസിനറേഷൻ ആൻഡ് ഡീപ് ബേണിംഗ്. ഇൻസിനറേഷൻ അല്ലെങ്കിൽ ഡീപ് ബെറിയൽ മെത്തേഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. അനിമൽ വേസ്റ്റ് ആണെങ്കിലോ? യെല്ലോ പ്ലാസ്റ്റിക് ബാഗ്. യെല്ലോ ബാഗിലായിരിക്കണം. മെത്തേഡോ? ഇൻസിനറേഷൻ, ഡീപ് ബെറിയൽ. ഓക്കെ. ആൻഡ് തേർഡ് വൺ, മൈക്രോബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി വേസ്റ്റുകൾ. റിസർച്ചിന്റെ ഫലമായിട്ട്, എക്സ്പെരിമെന്റിന്റെ ഫലമായിട്ടെല്ലാം ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളെ ഏത് കളർ ബാഗിലാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് അല്ലെങ്കിൽ റെഡ് പ്ലാസ്റ്റിക് ബാഗ്. യെല്ലോ അല്ലെങ്കിൽ റെഡ് ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ആൻഡ് ഫൈനൽ റിമൂവലിനുള്ള മെത്തേഡ് ഏതാണ്? ലോക്കൽ ഓട്ടോക്ലേവിംഗ് അല്ലെങ്കിൽ മൈക്രോവേവിംഗ്, ഇൻസിനറേഷൻ. ഇൻസിനറേഷൻ അല്ലെങ്കിൽ ഇൻസിനറേഷൻ. ആൻഡ് വേസ്റ്റ് ഷാർട്സ്. വേസ്റ്റ് ഷാർട്സുകളെ നമ്മൾ എന്താണ്, പങ്ക്ചർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് കണ്ടെയ്നേഴ്സിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ അതിൽ നിന്നും, അത്തരം ഷാർട്സുകളിൽ നിന്നും സൂക്ഷ്മാണുക്കളെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി കെമിക്കൽ ട്രീറ്റ്മെന്റ്, അതുമല്ലെങ്കിൽ ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്, മ്യൂട്ടിലേഷൻ, ഷ്രെഡിംഗ്, ഇതിലേത് മെത്തേഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. മ്യൂട്ടിലേഷൻ എന്തായിരുന്നു? മ്യൂട്ടിലേഷൻ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ, ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക്, ആ ഫോമിലേക്ക് എന്താണ് മാറ്റുക, രൂപമാറ്റം വരുത്തുക. ഓക്കെ. ദെൻ ഡിസ്കാർഡഡ് മെഡിസിൻ എന്താണ് ചെയ്യേണ്ടത്?
അല്ലെങ്കിൽ സൈറ്റോടോക്സിക് ഡ്രഗ്സുകൾ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഇത്തരം മരുന്നുകൾ, മെഡിസിൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ് പ്ലാസ്റ്റിക് ബാഗിലായിരിക്കണം സ്റ്റോർ ചെയ്യേണ്ടത്, കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം ഇൻസിനറേഷൻ ചെയ്യാം. അതുമല്ലെങ്കിൽ എന്താണ്, ലാൻഡ് ഫില്ല് ചെയ്യാനായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇത്തരം കെമിക്കൽ വേസ്റ്റുകൾ നമ്മൾ ലാൻഡ് ഫില്ല് ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് എന്ത് ചെയ്യുന്നു? അതിൽ നിന്നും എല്ലാം അതിന് ഇനാക്റ്റീവ് ആക്കിയതിനു ശേഷം അതിൽ നിന്നും കെമിക്കൽ സബ്സ്റ്റൻസസ് എല്ലാം നീക്കം ചെയ്തതിനു ശേഷമാണ് ലാൻഡ് ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇനി സോയിൽഡ് വേസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന വേസ്റ്റുകളെ റെഡ് അല്ലെങ്കിൽ യെല്ലോ കളർ ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. മൈക്രോവേവിംഗ് അല്ലെങ്കിൽ ഓട്ടോക്ലേവിംഗ് സെലക്ട് ചെയ്യാവുന്നതാണ്. കാറ്റഗറി നമ്പർ 7 സോളിഡ് വേസ്റ്റുകൾ, ട്യൂബ് പോലുള്ള വേസ്റ്റുകളെ റെഡ് പ്ലാസ്റ്റിക് ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. അതിനെ കെമിക്കൽ ട്രീറ്റ്മെന്റിലൂടെ അല്ലെങ്കിൽ ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്, മ്യൂട്ടിലേഷൻ, ഷ്രെഡിംഗ്, ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ലിക്വിഡ് വേസ്റ്റ് ആണെങ്കിലോ? ലിക്വിഡ് വേസ്റ്റ് എന്താ ചെയ്യേണ്ടത്? നമ്മൾ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡിസിൻഫെക്ട് ചെയ്തതിനു ശേഷം ഡയറക്റ്റ് ഡ്രെയിനേജിലോട്ട് ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ഇൻസിനറേഷൻ ആഷ് ബ്ലാക്ക് കണ്ടെയ്നറിലായിരിക്കണം എന്ത് ചെയ്യുന്നത്? ഡിസ്കാർഡ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ലാൻഡ് ഫില്ല് ചെയ്യാനായിട്ടാണ് ഇത്തരം ആഷുകൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ആൻഡ് കെമിക്കൽ വേസ്റ്റ്, സോളിഡ് വേസ്റ്റും വരാം, അതേപോലെ തന്നെ ലിക്വിഡ് വേസ്റ്റും വരാം. ലിക്വിഡ് വേസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡ്രെയിനേജിലോട്ട് ഡിസ്ചാർജ് ചെയ്യും. അതേപോലെ തന്നെ സോളിഡ് വേസ്റ്റ് ആണെങ്കിലോ? മരുന്ന് പോലുള്ള വേസ്റ്റുകളാണെങ്കിൽ ബ്ലാക്ക് ബാഗിൽ നമ്മൾ എന്താണ് ഡിസ്കാർഡ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ലാൻഡ് ഫില്ല് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇത് ഈ ടേബിൾ വരുന്നത് സെഗ്രിഗേഷന്റെ അണ്ടറിലാണ് കേട്ടോ. വേസ്റ്റുകളെ വേർതിരിക്കുക. ഓക്കെ, അപ്പൊ എന്തിന്റെ ബേസിലാണ് വേർതിരിക്കേണ്ടത്? ഓരോ വേസ്റ്റുകളെയും ഏത് രീതിയിലാണ് വേർതിരിക്കേണ്ടത്? ഇനി ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഫസ്റ്റ് പ്രോസസ് എന്തായിരുന്നു? വേസ്റ്റ് കളക്ട് ചെയ്യല്, വേസ്റ്റുകളെ കളക്ട് ചെയ്യുക. ആൻഡ് സെക്കൻഡ് വൺ സെഗ്രിഗേഷൻ ചെയ്യല്, സെപ്പറേറ്റ് സോർട്ട് ഔട്ട് ചെയ്യുക, അല്ലെ, വേർതിരിക്കുക. ആൻഡ് തേർഡ് വൺ എന്തായിരിക്കാം? ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. ഓക്കെ, ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഇത്തരം വേസ്റ്റുകളെ വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യുന്ന പ്ലാന്റിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്, അല്ലെ, ട്രാൻസ്പോർട്ട് ചെയ്യിക്കേണ്ടതുണ്ട്. നോക്കിക്കോളൂ. Unprocessed biomedical waste must be carried only in specially arranged vehicles like trolleys or in covered wheelbarrows. The bags or container holding biomedical waste have to be tied before transportation. Before transporting the bag containing biomedical waste, it has to be accompanied by a document signed from the nurse or doctor that includes date, shift, quantity, and destination. Specialized vehicles need to be well enclosed. It should also be possible to wash the interior of the container completely. ഇനി ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഇത്തരം ബയോമെഡിക്കൽ വേസ്റ്റുകളെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഹൈലി ഇൻഫെക്ഷസ് ആയിട്ടുള്ള വേസ്റ്റുകളാണ് കൊണ്ടുപോകുന്നത്, അല്ലെ? അപ്പൊ അതിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി പ്രത്യേകം അറേഞ്ച് ചെയ്തിട്ടുള്ള ട്രോളീസ് അല്ലെങ്കിൽ എന്താണ് വീൽ ബാരോസ്, ഉന്തുവണ്ടികൾ, ക്ലോസ് ചെയ്തിട്ടുള്ള ഉന്തുവണ്ടികളാണ് യൂസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ബാഗ് ട്രാൻസ്പോർട്ടേഷന് മുമ്പായിട്ട് ആ കണ്ടെയ്നർ പ്രോപ്പർ ആയിട്ട് ടൈ ചെയ്തിരിക്കണം, കെട്ടിയിരിക്കണം. ഓക്കെ, വേസ്റ്റുകൾ പുറത്തു പോകാനായിട്ട് പാടുള്ളതല്ല. ദെൻ പിന്നെന്താണ് പറയുന്നത്? ഈ വേസ്റ്റിന്റെ കൂടെ തന്നെ ഇതാണ് ഒരു ഡോക്യുമെന്റും ഇതിന്റെ ഒപ്പം സൈൻ ചെയ്ത ഡോക്ടറോ അല്ലെങ്കിൽ നേഴ്സോ സൈൻ ചെയ്ത ഒരു ഡോക്യുമെന്റും എന്താണ് ഇതിന്റെ കൂടെ അയച്ചിരിക്കണം. എന്തൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്? ഡേറ്റ്, ഷിഫ്റ്റ്, എന്താണ് ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ട്, അതേപോലെ ഡെസ്റ്റിനേഷൻ എങ്ങോട്ടേക്കാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്താണ് ആ ഡോക്യുമെന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് സൈൻ ചെയ്ത ഒരു നേഴ്സോ അല്ലെങ്കിൽ ഡോക്ടറോ സൈൻ ചെയ്ത ഡോക്യുമെന്റ്സും ഇതോടൊപ്പം തന്നെ അയച്ചിട്ടുണ്ടായിരിക്കണം. ഇനി കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ്? എൻക്ലോസ്ഡ് ആയിട്ടുള്ള എന്താണ് ക്ലോസ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾസിലായിരിക്കണം ഇത്തരം വേസ്റ്റുകൾ ആ പ്ലാന്റിലേക്ക് കൊണ്ടുപോകേണ്ടത്. അതിന്റെ ഇന്റീരിയർ എന്ത് ചെയ്തിരിക്കണം? പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? സോ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട വേസ്റ്റുകളെ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്? ട്രാൻസ്പോർട്ടേഷന്റെ ടൈമിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? രമ്യ, ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം?
ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം. അതിൽ തന്നെ അതിൽ ഡേറ്റ് ഉണ്ടായിരിക്കണം, ഷിഫ്റ്റ് ഉണ്ടായിരിക്കണം, ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കണം. എന്താണ് ഇത് കൊണ്ടുപോകുന്നതിനായിട്ട്, വണ്ടിയിലേക്ക് കയറ്റുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നതിനായിട്ട് വീൽ ബാരോസ്, ഉന്തുവണ്ടികളോ അല്ലെങ്കിൽ ട്രോളീസോ യൂസ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷന് മുൻപായിട്ട് ഈ കണ്ടെയ്നർ പ്രോപ്പർ ആയിട്ട് കെട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. അതേപോലെ തന്നെ നേഴ്സോ ഡോക്ടറോ സൈൻ ചെയ്ത ഒരു ഡോക്യുമെന്റ്സും ഇതോടൊപ്പം തന്നെ കൊടുത്തയച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ എങ്ങനെയാണ് കൊണ്ടുപോകുന്ന വണ്ടി, പ്ലാന്റിലേക്ക് കൊണ്ടുപോകുന്ന വണ്ടി എങ്ങനെയുള്ളതായിരിക്കണം? ക്ലോസ്ഡ് ആയിട്ടുള്ള വണ്ടി ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതില്? മിസ് ഒന്നും കൂടി പറയുക. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് തേർഡ് പ്രോസസ് ആണ്, തേർഡ് സ്റ്റെപ്പ് ആണ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സിലെ തേർഡ് സ്റ്റെപ്പ് ആണ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. നമ്മൾ വേസ്റ്റ് കളക്ട് ചെയ്തു അല്ലെ, സോർട്ട് ഔട്ട് ചെയ്തു വേസ്റ്റുകളെ, അതാത് ആപ്റ്റ് ആയിട്ടുള്ള കളർ കോഡുള്ള ബാഗുകളിൽ, ലേബിൾഡ് ചെയ്ത ബാഗുകളിൽ നമ്മൾ ഡിസ്പോസ് ചെയ്തു. ഇനി അത് ഹോസ്പിറ്റലിൽ നിന്നും എന്താണ് ഫൈനൽ റിമൂവലിന്, നശിപ്പിച്ച് കളയുന്നതിന് വേണ്ടി മറ്റൊരു പ്ലാന്റിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് അല്ലെ. അപ്പൊ കൊണ്ടുപോകുന്ന ടൈമിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം? എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മൾ ഈ വണ്ടിയിലേക്ക് കയറ്റുന്ന സമയത്ത് ഈ വേസ്റ്റുകൾ എന്താണ് വീൽ ബാരോസിലോ ഉന്തുവണ്ടികളിലോ അല്ലെങ്കിൽ എന്താണ് ട്രോളീസിലോ ആയിരിക്കണം കൊണ്ടുപോകേണ്ടത്. കവർ ചെയ്തിട്ടുള്ള ട്രോളീസിലോ ആയിരിക്കണം ഇത്തരം വേസ്റ്റുകളെ കൊണ്ടുപോകേണ്ടത്. അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് ആ ബാഗുകൾ എന്താണ് കെട്ടിയിരിക്കണം, ടൈ ചെയ്തിരിക്കണം. ഇനി ഇതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ടേഷന്റെ ടൈമിൽ ഒരു ഡോക്യുമെന്റ്സ്, നേഴ്സോ അതുമല്ലെങ്കിൽ ഡോക്ടറോ സൈൻ ചെയ്ത ഒരു ഡോക്യുമെന്റ്സ് കൂടി ഇതോടൊപ്പം അയച്ചിരിക്കണം. ക്ലിയർ ആണോ? ഇനി കൊണ്ടുപോകുന്ന വണ്ടി എങ്ങനെയുള്ളതായിരിക്കണം? മൂടിക്കെട്ടി വേസ്റ്റ് ഒന്നും പുറത്തു പോകാനായിട്ട് സാധ്യതയില്ലാത്ത അത്തരം സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുന്ന രീതിയിലുള്ള കവർ ചെയ്തിട്ടുള്ള വണ്ടിയിലായിരിക്കണം ഇത്തരം വേസ്റ്റുകളെ കൊണ്ടുപോകേണ്ടത്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോളൂ. പേഴ്സണൽ സേഫ്റ്റി ഡിവൈസസ്. പേഴ്സണൽ സേഫ്റ്റി ഡിവൈസസ്. The use of protective gears should be made compulsory for all the staff who handle waste. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിൽ ഈ വേസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ വേസ്റ്റുകളെ ഹാൻഡിൽ ചെയ്യുന്ന ധാരാളം സ്റ്റാഫുകളുണ്ട്. ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ധാരാളം വർക്കേഴ്സ് ഉണ്ട് അല്ലെ. അവരുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം? എന്തെല്ലാം പ്രിക്കോഷൻസ് അവരെടുത്തിരിക്കണം? ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? ഗ്ലൗസ് മസ്റ്റ് ആയിട്ടും എന്ത് വേണം? ഗ്ലൗസ് വെയർ ചെയ്തിരിക്കണം. ഇനി എങ്ങനെയുള്ള ഗ്ലൗസ് ആയിരിക്കണം? ഹെവി ഡ്യൂട്ടി റബ്ബർ ഗ്ലൗസ്, റബ്ബറിന്റെ നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലൗസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ദിസ് ഷുഡ് ബി ബ്രൈറ്റ്ലി യെല്ലോയിഷ് ഇൻ കളർ, ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോയിഷ് കളറിലുള്ള ഗ്ലൗസ് ആയിരിക്കണം. അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള റബ്ബർ മെറ്റീരിയൽ കൊണ്ടുള്ള ഗ്ലൗസ് ആയിരിക്കണം. ആഫ്റ്റർ ഹാൻഡ്ലിംഗ് ദ വേസ്റ്റ് ദ ഗ്ലൗസ് ഷുഡ് ബി വാഷ്ഡ് 2 times. ഓരോ വേസ്റ്റ് ഹാൻഡിൽ ചെയ്തതിന് ശേഷവും അറ്റ്ലീസ്റ്റ് എന്താണ് 2 പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്തിരിക്കണം? ആ ഗ്ലൗസ് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്തിരിക്കണം. ഓക്കെ, എന്താണ് സോപ്പോ ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷനോ യൂസ് ചെയ്ത് അതിനെ എന്താണ് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്തിരിക്കണം. ഇനി സൈസ് എങ്ങനെയായിരിക്കണം? ദ സൈസ് ഷുഡ് ഫിറ്റ് ദ ഓപ്പറേറ്റർ. ഓക്കെ, അത് യൂസ് ചെയ്യുന്ന സ്റ്റാഫിന് എന്താണ് പ്രോപ്പർ ആയിട്ട് ഫിറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലൗസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? കുറച്ച് ലൂസൊക്കെ ഉള്ള ഒരു ഗ്ലൗസ് ആണെങ്കിൽ അതിനിടയിലൂടെ വേസ്റ്റുകൾ കയ്യിലകത്തേക്ക് പ്രവേശിക്കുകയും എന്താണ് ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ അതിലൂടെ ഇൻഫെക്ഷൻ പിടിപെടാനും ചാൻസസ് ഉണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രോപ്പർ ആയിട്ട് ഫിറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലൗസ് ആയിരിക്കണം സ്റ്റാഫുകൾ യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ ഗ്ലൗസുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്? ഓക്കെ, ഇനി ഏപ്രൺസ്, ഗൗൺ, സ്യൂട്ടുകൾ. ഗൗൺസിന്റെ പ്രത്യേകത എന്തായിരിക്കണം? എങ്ങനെയുള്ള ഗൗൺസ് ആയിരിക്കണം വെയർ ചെയ്യേണ്ടത്? നമ്മളൊരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ ടൈമിൽ ഏത് രീതിയിലുള്ള ഗൗൺസ് ആണ് സ്റ്റാഫുകൾ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണെങ്കിലും സർജൻസ് ഒക്കെ വെയർ ചെയ്യേണ്ടത്? വാട്ടർ ഫ്ലൂയിഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഗൗൺസുകൾ, ആ മെറ്റീരിയൽസ്, അത്തരത്തിലുള്ള മെറ്റീരിയൽസ് കൊണ്ടുള്ള ഗൗൺസ്, ഏപ്രൺസ് എല്ലാം ആയിരിക്കണം സ്റ്റാഫുകൾ വെയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി മാസ്ക്. വാട്ട് അബൌട്ട് മാസ്ക്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാസ്ക്
Goggles and face shield should be worn alone or in combination to give a protective barrier. It is compulsory for personnel who work in the incinerator chamber to put on a mask that covers both nose and mouth, if possible a gas mask with filters. Okay, ഇനി പല ടൈപ്പ് ഓഫ് മാസ്കുകൾ ഉണ്ട് അല്ലേ? അപ്പൊ അതിലെന്താണ് ഏത് ലെവൽ ഓഫ് കെയർ ആണ് വേണ്ടത് ആ രീതിയിലുള്ള മാസ്കുകൾ യൂസ് ചെയ്യാവുന്നതാണ്. ഈവൻ ഗോഗിൾസ് ആണെങ്കിലും അല്ലെങ്കിൽ ഫേസ് ഷീൽഡ് ആണെങ്കിലും വെയർ ചെയ്യാവുന്നതാണ്. ഇനി ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ട് ഇത്തരം മാസ്കുകളോ ഗൂഗിൾസോ അല്ലെങ്കിൽ എന്താണ് ഫേസ് ഷീൽഡുകളോ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ഇൻസിനറേറ്റർ ചേംബറിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ മൗത്തും നോസും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാസ്ക് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. കഴിയുമെങ്കിൽ എന്താണ് ഒരു ഗ്യാസ് മാസ്ക് വിത്ത് ഫിൽറ്റർ കൂടിയ ഒരു ഗ്യാസ് മാസ്ക് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഇൻസിനറേറ്റർ ചേംബറിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് മസ്റ്റ് ആയിട്ടും ഒരു ഗ്യാസ് മാസ്ക് ആയിരിക്കണം വെയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ബൂട്ട്സിൽ നോക്കിക്കോളൂ. Leg coverings, boots or shoes covers give greater safety to the skin when splashes or large quantities of contaminated waste have to be dealt with. The boots should be rubber-soled and anti-skid type. They should cover the leg up to the ankle. ഇനി ബൂട്ട്സ് എങ്ങനെയുള്ളതായിരിക്കണം? ഇത്തരത്തിലുള്ള ലാർജ് ക്വാണ്ടിറ്റി ഉള്ള ഒരു വേസ്റ്റിനിടയിലാണ് ആ സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അവരുടെ സേഫ്റ്റി, അവരുടെ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഓക്കെ ലെഗ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ബൂട്ട്സുകൾ വെയർ ചെയ്തിരിക്കണം. ഓക്കെ, റബ്ബർ മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു ബൂട്ട്സ് ആയിരിക്കണം വെയർ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്താണ്? ആന്റി സ്കിഡ് ടൈപ്പ് ആയിരിക്കണം. ഓക്കെ, നല്ല ഗ്രിപ്പുള്ള ടൈപ്പ് ഓഫ് ബൂട്ട്സുകൾ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ ഇത്? സോ ഗ്ലൗസ് എങ്ങനെയായിരിക്കണം? ഗ്ലൗസ് ഹെവി ഡ്യൂട്ടി റബ്ബർ ഗ്ലൗസ് ആയിരിക്കണം. ഓക്കെ, ദെൻ ബ്രൈറ്റ് യെല്ലോയിഷ് കളർ ആയിരിക്കണം. 2 times വാഷ് ചെയ്തിരിക്കണം യൂസ് ചെയ്തതിന് ശേഷം. സോപ്പോ അല്ലെങ്കിൽ ഡിസിൻഫെക്ട് ചെയ്തിരിക്കണം. പ്രോപ്പർ സൈസിലുള്ളതായിരിക്കണം. നമുക്ക് റീയൂസ് ചെയ്യാൻ കഴിയുന്ന ടൈപ്പ് ഓഫ് ഗ്ലൗസുകളാണ് അവർ യൂസ് ചെയ്യുന്നത് അല്ലേ? ദെൻ ഏപ്രൺസ് അല്ലെങ്കിൽ ഗൗൺസ്, സ്യൂട്ട് എല്ലാം എന്താണ്? ഫ്ലൂയിഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടുള്ള ഇത്തരം ഏപ്രൺസ് അല്ലെങ്കിൽ ഗൗൺസുകൾ വെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ മാസ്ക് ആണെങ്കിലോ ഗ്യാസ് മാസ്ക് ഫിൽറ്റർ അല്ലേ? ഓക്കെ, ഒരാളുടെ സേഫ്റ്റി ഏത് ലെവൽ ഓഫ് കെയർ ആണോ വേണ്ടത് അതിനനുസരിച്ചുള്ള മാസ്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ ഗോഗിൾസ്, ഫേസ് ഷീൽഡ് എല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. അതേസമയം ഒരു ഇൻസിനറേറ്റർ ചേംബറിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് ആണെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? ഗ്യാസ് മാസ്ക് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, വിത്ത് ഫിൽറ്റർ കൂടിയ ഒരു ഗ്യാസ് മാസ്ക് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഇനി ബൂട്ട്സ് എങ്ങനെയുള്ളതായിരിക്കണം? ബൂട്ട്സ് റബ്ബറിന്റെ ആയിരിക്കണം. ആന്റി സ്കിഡ് ടൈപ്പ് ആയിട്ടുള്ള റബ്ബർ മെറ്റീരിയൽ കൊണ്ടുള്ള ബൂട്ട്സ് ആയിരിക്കണം. ലെഗ് ആംഗിൾ മൊത്തത്തിൽ കവർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബൂട്ട്സ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, ഇനി നോക്കിക്കോളൂ. ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ. സോ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് പ്രോസസ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു ഏതായിരുന്നു? ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാ? ബയോമെഡിക്കൽ വേസ്റ്റ് കളക്ഷൻ. വെരി ഗുഡ്. സെക്കൻഡ് വൺ എന്തായിരുന്നു? segregation and the third one transportation and storage. Okay, transportation and storage, and the fourth one which is treatment and disposal. നമ്മൾ എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്ത് ആ വേസ്റ്റുകൾ പ്ലാന്റിൽ എത്തി.
ഓക്കെ, വേസ്റ്റുകൾ ഡിസ്കാർഡ് ചെയ്യുന്ന പ്ലാന്റിൽ എത്തി. ഇനി പ്ലാന്റിൽ നിന്നും എന്താണ് ഫൈനലി ഇത്തരം വേസ്റ്റുകൾ നമ്മൾ റിമൂവ് ചെയ്യണം, നശിപ്പിച്ച് കളയേണ്ടതുണ്ട് അല്ലെ. അതിന് ഏത് മെത്തേഡാണ് സെലക്ട് ചെയ്യേണ്ടത്? നമ്മൾ ബ്രീഫായിട്ട് എന്താണ് ഏത് മെത്തേഡാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഇൻസിനറേഷൻ ടെക്നോളജി. ഫസ്റ്റ് മെത്തേഡ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേസ്റ്റുകൾ ഉണ്ട്. ഇത്തരം വേസ്റ്റുകളെ ഡിസ്കാർഡ് ചെയ്യുന്നതിനുള്ള ഫസ്റ്റ് മെത്തേഡ് ആണ് ഇൻസിനറേഷൻ ടെക്നോളജി. എന്താണ് ഇൻസിനറേഷൻ ടെക്നോളജി? എന്തായിരിക്കാം? എന്തോ കത്തിച്ചു കളയുന്നത്. ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്താണ് വേസ്റ്റുകളെ ബേൺ ചെയ്യിക്കുന്ന, കത്തിച്ചു കളയുന്ന ഒരു പ്രോസസ് ആണ്. നോക്കിക്കോളൂ. This is a high temperature thermal process that employs burning of the waste under controlled condition for changing them into inert material and gases. Incinerators can be either oil fired or powered by electricity or a combination. The advantage of this type, it can lessen the volume of solid waste to 30% of the original volume. ഓക്കെ, അപ്പൊ ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്തുകൊണ്ട് വേസ്റ്റുകളെ എന്ത് ചെയ്യുന്നു? കത്തിച്ചു കളയുന്ന ഒരു പ്രോസസ് ആണ് ഇൻസിനറേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ വേസ്റ്റുകൾ എന്താണ് ആഷ് ഫോമിലോട്ടോ അല്ലെങ്കിൽ ഗ്യാസ് ഫോമിലോട്ടോ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഡിവൈസ് പ്രവർത്തിക്കുന്നത്? ഓയിലിൽ പ്രവർത്തിക്കാം, അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രിസിറ്റി കറണ്ടിന്റെ ഹെൽപ്പോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. അതും അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷനിൽ പ്രവർത്തിക്കുന്ന ഡിവൈസുകളും എന്താണ് നിലവിലുണ്ട്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തായിരിക്കാം? ഇൻസിനറേഷൻ ടെക്നോളജിയുടെ അഡ്വാൻറ്റേജ് എന്തായിരിക്കാം? ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് ആണ് നമ്മൾ കത്തിച്ച് കളയുന്നത് അല്ലെ. അവസാനം അതിന്റെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വോളിയം എന്താണ്? അതിന്റെ ക്വാണ്ടിറ്റി കുറയുന്നുണ്ട്. ക്ലിയർ ആണോ? ക്വാണ്ടിറ്റി എന്താണ്? അതിന്റെ വോളിയം എന്താണ്? കുറയുന്നുണ്ട്. കുറയ്ക്കാനായിട്ട് ഇൻസിനറേഷൻ മെത്തേഡിലൂടെ കഴിയുന്നുണ്ട്. ക്ലിയർ ആണോ ഇൻസിനറേഷൻ ടെക്നോളജി? സോ രണ്ടാമത്തെ മെത്തേഡ് ടെക്നോളജി എന്താണ്? രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? വേസ്റ്റുകളെ ഡിസ്കാർഡ് ചെയ്യുന്നതിനുള്ള രണ്ടാമത്തെ മെത്തേഡ് ആണ് ഓട്ടോക്ലേവിംഗ്. അപ്പൊ ഇത്രയും ആലോചിക്കുക. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിന്റെ ഹെൽപ്പോടുകൂടി വേസ്റ്റുകളെ കത്തിച്ചു കളയുന്ന ഒരു പ്രോസസ് ആണ്. അതിന്റെ അഡ്വാൻറ്റേജ് ചോദിച്ചാൽ എന്താണ്? വേസ്റ്റുകളുടെ ക്വാണ്ടിറ്റി കുറയ്ക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി ഓട്ടോക്ലേവിംഗിന്റെ പ്രത്യേകത എന്താ? The process uses steam at high temperatures. It has been suggested for microbiology and biotechnology waste, sharp waste, dirty and solid waste. This technology offers certain categories of waste that is not detrimental so that the treated residues can be landfilled. Okay, എന്താ അതിൽ പറയുന്നത്? ഓട്ടോക്ലേവിംഗ്. ഇൻസിനറേഷൻ മെത്തേഡിൽ നമ്മൾ വേസ്റ്റുകളെ മൊത്തത്തിൽ നശിപ്പിച്ച് കളയുകയാണ് ചെയ്തത് അല്ലേ. എല്ലാ വേസ്റ്റുകളെയും മൊത്തത്തിൽ കത്തിച്ച് കളയുകയാണ് ചെയ്തത്. പക്ഷെ ഓട്ടോക്ലേവിംഗിന്റെ പ്രത്യേകത എന്താണ്? വേസ്റ്റുകളെയാണോ നശിപ്പിക്കുന്നത്? ആണോ? വേസ്റ്റുകളിൽ നിന്നും എന്താണ് പ്രകൃതിക്കും അതേപോലെ തന്നെ മനുഷ്യനും അപകടകരമായേക്കാവുന്ന എന്താണ് പത്തോജൻസിന് സൂക്ഷ്മാണുക്കളെയാണ് നശിപ്പിച്ച് കളയുന്നത്. ക്ലിയർ ആണോ? നോക്കിക്കോളൂ. എന്താണ് ഇതിൽ പറയുന്നത്? ഹൈ ടെമ്പറേച്ചറിന്റെ ഫലമായി ഉണ്ടാകാവുന്ന സ്റ്റീം യൂസ് ചെയ്തുകൊണ്ട് ഇത്തരം വേസ്റ്റുകളിൽ നിന്നും സൂക്ഷ്മാണുക്കളെ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു പ്രോസസ് ആണ് ഓട്ടോക്ലേവിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സൂക്ഷ്മാണുക്കളെയാണ് നീക്കം ചെയ്യുന്നത്. അതിനുശേഷം വരുന്ന വേസ്റ്റുകൾ എന്താണ്? നമുക്ക് സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് വേസ്റ്റുകൾക്കാണ് നമ്മൾ ഈ ഓട്ടോക്ലേവിംഗ് സജസ്റ്റ് ചെയ്യാറ്? മൈക്രോബയോളജി, അതേപോലെ തന്നെ ബയോടെക്നോളജി വേസ്റ്റുകൾ, ഷാർപ്പ് വേസ്റ്റുകൾ, ഡേർട്ടി ആൻഡ് സോളിഡ് വേസ്റ്റുകൾക്കെല്ലാം എന്താണ് ഈ ഓട്ടോക്ലേവിംഗ് എന്നാണ് സെലക്ട് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ? മാം ഒന്നുകൂടി പറയോ? പറയാം. ഹൈ ടെമ്പറേച്ചറിന്റെ ഫലമായി ഉണ്ടാകാവുന്ന സ്റ്റീം യൂസ് ചെയ്തുകൊണ്ട് സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്നതിനുള്ള ഒരു പ്രോസസ് ആണ് ഓട്ടോക്ലേവിംഗ്. ഓക്കെ, സൂക്ഷ്മാണുക്കളെയാണ് നശിപ്പിക്കുന്നത്. അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന വേസ്റ്റുകൾ എന്താകുന്നുണ്ട്? സേഫ് ആയിട്ട് സൂക്ഷ്മാണുക്കളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വേസ്റ്റുകൾ സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും അല്ലേ.
അപ്പൊ അതിനു വേണ്ടി സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടി സെലക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഓട്ടോക്ലേവിംഗ്. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് വേസ്റ്റുകൾക്കാണ് ഇത് സ്യൂട്ട് ആകുന്നത്? മൈക്രോബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി വേസ്റ്റുകൾ, ഷാർപ്പ് വേസ്റ്റുകൾ, ഇത്തരത്തിലുള്ള എല്ലാ വേസ്റ്റുകൾക്കും ഓട്ടോക്ലേവിംഗ് യൂസ് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെയാണെങ്കിൽ മൈക്രോവേവ് ഇറാഡിയേഷൻ എന്തായിരിക്കാം? മൈക്രോവേവ് ഇറാഡിയേഷൻ നമ്മൾ പഠിച്ചതല്ലേ, എന്തായിരിക്കാം? തരംഗങ്ങൾ ഉപയോഗിച്ച് ഹൈ ഫ്രീക്വൻസി വേവ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് എന്താണ് സൂക്ഷ്മാണുക്കളെയാണ് നശിപ്പിക്കുന്നത്. വേസ്റ്റിനെയല്ല, വേസ്റ്റുകളിലുള്ള സൂക്ഷ്മാണുക്കളെയാണ്, പാത്തോജൻസിനെയാണ് നശിപ്പിച്ചു കളയുന്നത്. ഓക്കെ, നോക്കിക്കോളൂ. The microwave is based on the principle of generation of high frequency waves. Okay, these waves cause the particles within the waste material to tremble, generating heat. This heat produced from within destroys all pathogens. ഓക്കെ, മൈക്രോവേവ്സിന്റെ അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി വേവ്സിന്റെ ഫലമായിട്ട് ചൂട്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വേസ്റ്റുകളിൽ നിന്നും എന്ത് ചെയ്യുന്നു? സൂക്ഷ്മാണുക്കളെ, പാത്തോജൻസിനെ നശിപ്പിച്ചു കളയുന്നതിനുള്ള ഒരു മെത്തേഡാണ് മൈക്രോവേവ് ഇറാഡിയേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഹൈ ഫ്രീക്വൻസി വേവ്സിന്റെ ഹെൽപ്പോടുകൂടി. ഓട്ടോക്ലേവിംഗിലാണെങ്കിൽ എന്തിന്റെ ഹെൽപ്പോടുകൂടിയാണ്? സ്റ്റീം യൂസ് ചെയ്തുകൊണ്ടാണ്. മൈക്രോവേവിലാണെങ്കിലോ ഹൈ ഫ്രീക്വൻസി വേവ്. ഹൈ ഫ്രീക്വൻസി വേവ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഹീറ്റ് ജനറേറ്റ് ചെയ്ത് വേസ്റ്റുകളിൽ നിന്നും സൂക്ഷ്മാണുക്കളെ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു പ്രോസസ്സാണ് മൈക്രോവേവ് ഇറാഡിയേഷൻ എന്ന് പറയുന്നത്. മൂന്നെണ്ണം ക്ലിയർ ആണോ? ഇൻസിനറേഷൻ ടെക്നോളജി ഒന്നുകൂടെ പറയാം. ഇൻസിനറേഷൻ പറയാം. സോ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ബാക്കിയുള്ളത് 4th 1 ഓൺവേർഡ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പോരെ? കെമിക്കൽ മെത്തേഡ്സ് മുതൽ നമുക്ക് നാളെ നെക്സ്റ്റ് ക്ലാസ്സിൽ, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇൻസിനറേഷൻ ടെക്നോളജി എന്താണ്? ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്തുകൊണ്ട് വേസ്റ്റുകളെ കത്തിച്ചു കളയുന്ന ഒരു പ്രോസസ്സാണ്. വേസ്റ്റുകളെയാണ് കത്തിച്ചു കളയുന്നത്. മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു? ആ വേസ്റ്റുകളെ കത്തിച്ചു കളയുന്നു. ഓക്കെ, ആ ഒരു പ്രോസസ്സാണ് ഇൻസിനറേഷൻ. അതേപോലെ ഓട്ടോക്ലേവിംഗും മൈക്രോവേവിംഗും എന്താ ചെയ്യുന്നത്? അതിലെന്താ, അതിന്റെ പ്രത്യേകത എന്താ? ഈ രണ്ട് മെത്തേഡിലും വേസ്റ്റുകളിൽ നിന്നും സൂക്ഷ്മാണുക്കളെയാണ് നശിപ്പിച്ചു കളയുന്നത്. ക്ലിയർ ആണോ? യെസ്. ഓക്കെ. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. അതിനെ എങ്ങനെയാണ് സെഗ്രിഗേറ്റ് ചെയ്യേണ്ടത്, അതിനെ ഫൈനലി ഏത് മെത്തേഡിലൂടെയാണ് റിമൂവ് ചെയ്യേണ്ടത്, ഇതെല്ലാം പഠിച്ചു. സോ ഫസ്റ്റ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് പ്രോസസ് എന്തായിരുന്നു? വേസ്റ്റ് കളക്ട് ചെയ്യൽ. ആ വേസ്റ്റുകളെ പ്രോപ്പർ ആയിട്ട് കളക്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? സെഗ്രിഗേറ്റ് ചെയ്യൽ. വേർതിരിക്കുക, സോർട്ട് ഔട്ട് ചെയ്യുക, വേസ്റ്റുകളെ വേർതിരിക്കുക. എങ്ങനെയാണ് വേർതിരിക്കേണ്ടത്? ഒരു 10 ടൈപ്സ് ഓഫ് വേസ്റ്റുകൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണത്? ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ്, ആനിമൽ വേസ്റ്റ്, മൈക്രോബയോളജി ആൻഡ് ബയോടെക്നിക്കൽ വേസ്റ്റ്, വേസ്റ്റ് ഷാപ്സ്, ഡിസ്കാർഡ് മെഡിക്കൽ ആൻഡ് ഡ്രഗ്സ്, സോയിൽ വേസ്റ്റ്, സോളിഡ് വേസ്റ്റ്, ലിക്വിഡ് വേസ്റ്റ്, ഇൻസിനറേഷൻ ആഷ്, കെമിക്കൽ വേസ്റ്റ്. ഓക്കെ, ഇത് ലിക്വിഡ് വേസ്റ്റ് അല്ലെങ്കിൽ എന്താണ്? കെമിക്കലിലെ ലിക്വിഡ് വേസ്റ്റ് ഉണ്ട്. ഇത്തരം വേസ്റ്റുകൾ നമ്മൾ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഡിസിൻഫെക്റ്റന്റ് ചെയ്തതിന് ശേഷം ഡ്രെയിനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സോളിഡ് വേസ്റ്റ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സോളിഡ് വേസ്റ്റുകൾ, അതായത് ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന സോളിഡ് വേസ്റ്റുകൾ ഉണ്ട്. അതിനെന്താ ചെയ്യേണ്ടത്? റെഡ് ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ എങ്ങനെ ഡിസിൻഫെക്റ്റ് ചെയ്യാം? ഏതെല്ലാം മെത്തേഡ് യൂസ് ചെയ്യാം? കെമിക്കൽ ട്രീറ്റ്മെന്റ്, ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ് ആൻഡ്
മ്യൂട്ടിലേഷൻ, ഷ്രെഡിങ്. മൈക്രോവേവിംഗ്, മ്യൂട്ടിലേഷൻ, ഷ്രെഡിങ്. മ്യൂട്ടിലേഷൻ എന്തായിരുന്നു? മ്യൂട്ടിലേഷൻ എന്താണ്? വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ രൂപമാറ്റം വരുത്തൽ. രൂപമാറ്റം വരുത്തുക. അതിനെന്താണ്? വേറൊരു ഫോമിലോട്ട് മാറ്റുക. ഇനി ഇൻസിനറേഷൻ ആഷ്. ഇൻസിനറേഷൻ ആഷിനെ എന്താ ചെയ്യേണ്ടത്? ഏത് കളർ ബാഗിലാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗ്. ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗിലായിരിക്കണം. അതിനെ ഫൈനലി എങ്ങനെയാ റിമൂവ് ചെയ്യുന്നത്? അതിൽ നിന്നും എല്ലാ കെമിക്കൽ സബ്സ്റ്റാൻസും നീക്കം ചെയ്തതിന് ശേഷം ലാൻഡ് ഫില്ല് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി വേസ്റ്റ് ഷാർപ്പുകളാണെങ്കിലോ, ഷാർപ്പ് വേസ്റ്റുകളാണെങ്കിലോ, ഷാർപ്പ് വേസ്റ്റുകൾ എന്താ ചെയ്യേണ്ടത്? ബ്ലൂ ഓർ വൈറ്റ് ട്രാൻസ്ലൂസൻറ്റ് ബാഗ്. ട്രാൻസ്ലൂസന്റ് ആയിട്ടുള്ള പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സിലായിരിക്കണം കളക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഓക്കെ. അതിനെ ഓട്ടോക്ലേവിംഗ് ചെയ്യാം, അല്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെന്റിന് വിധേയമാക്കാം, അതുമല്ലെങ്കിൽ മൈക്രോവേവിംഗ്, മ്യൂട്ടിലേഷൻ, ഷ്രെഡിങ്. ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി അനിമൽ വേസ്റ്റ് ആണെങ്കിലോ അതേപോലെ അനിമൽ വേസ്റ്റ്, ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ് ഒക്കെ എന്താ ചെയ്യേണ്ടത്? ഏത് കളർ കോഡ് ബാഗിലാണ് സ്റ്റോർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യേണ്ടത്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗ്. യെല്ലോ, അതല്ലെങ്കിൽ എന്താണ്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലായിരിക്കണം ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഇനി അതിനെ റിമൂവ് ചെയ്യുന്ന മെത്തേഡ് ഏതാ? ഇൻസിനറേഷൻ അല്ലെങ്കിൽ ഡീപ്പ് ബറിയൽ. ഇൻസിനറേഷൻ അല്ലെങ്കിൽ ഡീപ്പ് ബെറിയൽ മെത്തേഡിലൂടെ നമുക്കതിനെ റിമൂവ് ചെയ്യാവുന്നതാണ്. ഇനി ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്, ഒരു മൂന്നാമത്തെ പ്രോസസ് ആണ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. അതിലെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇത്തരം വേസ്റ്റുകളെ ഹോസ്പിറ്റലിൽ നിന്നും വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന പ്ലാന്റിലേക്ക് കൊണ്ടുപോകുന്ന ടൈമിൽ, ട്രാൻസ്പോർട്ടേഷന്റെ ടൈമിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം? സ്പെഷ്യലി അറേഞ്ച്ഡ് വെഹിക്കിൾസിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്. പിന്നെ വേസ്റ്റ് ഒക്കെ നന്നായി ടൈഡ് ചെയ്തിരിക്കണം. പിന്നെ വേസ്റ്റ് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഡോക്യുമെന്റ്സ് സൈൻ ചെയ്തിരിക്കണം, നേഴ്സോ അല്ലെങ്കിൽ ഡോക്ടേഴ്സോ. പിന്നെ വെഹിക്കിൾസ് നന്നായിട്ട് എൻക്ലോസ്ഡ് ആയിരിക്കണം. ഓക്കെ. എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇപ്പൊ വേസ്റ്റുകളെ നമ്മൾ വണ്ടിയിലേക്ക് കയറ്റുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് വീൽ ബാരോസിലോ ട്രോളീസിലോ ആയിരിക്കണം എന്നാണ് കൊണ്ടുപോകേണ്ടത്. അതേപോലെ തന്നെ എന്താണ് പ്രോപ്പർ ആയിട്ട് അത് കെട്ടിയിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു ഡോക്യുമെന്റും, ഡോക്ടറോ നേഴ്സോ സൈൻ ചെയ്തൊരു ഡോക്യുമെന്റും എന്താണ് അതിനോടൊപ്പം കൊടുത്തിട്ടുണ്ടായിരിക്കണം. പിന്നെന്താണ്? കൊണ്ടുപോകുന്ന വണ്ടി, പ്ലാന്റിലേക്ക് കൊണ്ടുപോകുന്ന വണ്ടി എങ്ങനെയുള്ളതായിരിക്കണം? പ്രോപ്പർ ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ള വണ്ടിയിലായിരിക്കണം ഇത്തരം വേസ്റ്റുകളെ കൊണ്ടുപോകേണ്ടത്. ഇനി സ്റ്റാഫുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? സ്റ്റാഫിന്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രിക്കോഷൻസ് അവരെടുത്തിരിക്കണം? എന്താണ്? ഫസ്റ്റ് വേണ്ടതാണ് ഗ്ലൗസ്. ഗ്ലൗസുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എങ്ങനെയുള്ള ഗ്ലൗസ് ആയിരിക്കണം? ഹെവി ഡ്യൂട്ടി റബ്ബർ ഗ്ലൗസ്. പിന്നെ ബ്രൈറ്റ്ലി യെല്ലോയിഷ് കളർ ആയിരിക്കണം. ഗ്ലൗസ് 2 വട്ടം വാഷ് ചെയ്തിരിക്കണം ഹാൻഡിൽ ചെയ്തതിനു ശേഷം. പിന്നെ ഗ്ലൗസ് ഷുഡ് ബി വാഷ്, ഏത് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ സോപ്പ് ഡിസിൻഫെക്ഷൻ ഉപയോഗിച്ച് വാഷ് ചെയ്തിരിക്കണം. പിന്നെ കറക്റ്റ് സൈസ് ആയിരിക്കണം. സ്റ്റാഫിന് പ്രോപ്പർ ആയിട്ട് ഫിറ്റ് ആയിട്ടുള്ള പ്രോപ്പർ സൈസിലുള്ള ഗ്ലൗസ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഇനി മാസ്ക് ആണെങ്കിലോ? മാസ്ക് എന്താണ്? ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി, അവരുടെ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് മാസ്കുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഗോഗിൾസ്, ഫേസ് ഷീൽഡ് എല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇൻസിനറേറ്റർ ചേംബറിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് മസ്റ്റ് ആയിട്ടും ഗ്യാസ് മാസ്ക് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഇനി ബൂട്ട്സുകളുടെ കാര്യം എങ്ങനെയുള്ളതാണ്? ബൂട്ട്സ് റബ്ബർ സോൾഡ് ആയിരിക്കണം, ആന്റി സ്കിഡ് ടൈപ്പ് ആയിരിക്കണം ബൂട്ട്സ്. ആയിട്ടുള്ള റബ്ബർ സോൾഡ് എന്താണ് മെറ്റീരിയൽ കൊണ്ടുള്ള ബൂട്ട്സ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഇനി 4th സ്റ്റെപ്പ് ആണ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട 4th സ്റ്റെപ്പ് ആണ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ. അതിലെ ഫസ്റ്റ് മെത്തേഡ് എന്തായിരുന്നു? ഇൻസിനറേഷൻ ടെക്നോളജി. ഓക്കെ. സെക്കൻഡ് വൺ ഓട്ടോക്ലേവിംഗ് ആൻഡ് തേർഡ് വൺ മൈക്രോവേവ് ഇറാഡിയേഷൻ. ഇൻസിനറേഷൻ ടെക്നോളജിയുടെ പ്രത്യേകത എന്താ? ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്തുകൊണ്ട് വേസ്റ്റുകളെ കത്തിച്ചു കളയുന്ന ഒരു പ്രോസസ് ആണ്. ഓട്ടോക്ലേവിംഗ് ആണെങ്കിലോ
സ്റ്റീം യൂസ് ചെയ്തുകൊണ്ട് വേസ്റ്റുകളിൽ നിന്നും സൂക്ഷ്മാണുക്കളെ പാത്തോജൻസിനെ നീക്കം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. മൈക്രോവേവ് ആണെങ്കിലോ ഹൈ ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ട് ഹൈ ഫ്രീക്വൻസി വേസ്റ്റിന്റെ ഹെൽപ്പോടുകൂടി വേസ്റ്റുകളെ ചൂടാക്കി എന്ത് ചെയ്യുന്നു, അതിൽ നിന്നും വേസ്റ്റുകളെ സൂക്ഷ്മാണുക്കളെ നീക്കം ചെയ്യുന്ന പ്രോസസ്സാണ് മൈക്രോവേവ് ഇറാഡിയേഷൻ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ കെമിക്കൽ മെത്തേഡ്സ് അതിന്റെ ബാലൻസ് ആണ്. 4th വൺ കെമിക്കൽ മെത്തേഡ്സ്, പ്ലാസ്മ പൈറോലിസിസ്, ലാൻഡ് ഡിസ്പോസൽ, ഇനർട്ടൈസേഷൻ. ഓക്കെ, അതിനുശേഷം ബെനഫിറ്റ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് വരുന്നുണ്ട്. ഇമേജ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് എക്കോ ഫ്രണ്ട്ലി. ഓക്കെ, ഇമേജ് വരുന്നുണ്ട്. ഇനി മാനേജ്മെന്റ്, ഇതിന്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട അതോറിറ്റീസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ റീഡ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ വരാനായിട്ട്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. Then okay, bye. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.